ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലാണ് ഖലീദ് എന്ന ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അബുദാബിയിൽ ജോലി ചെയ്യുന്ന ഷിബു എബ്രഹാമിന്റെയും ഭാര്യ മേരി ഷിബുവിന്റെയും ഈ വീട് മത്സരിക്കുന്നത് ബെസ്റ്റ് യൂട്ടിലിറ്റി ഹോം എന്ന കാറ്റഗറിയിലാണ്. പുതിയ വീട് പണിയുമ്പോൾ നമ്മൾ നേരിടുന്ന പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് വീടിന്റെ ഡിസൈൻ. ആ സമയത്താണ് ഒരു മികച്ച ആർക്കിടെക്റ്റിന്റെ സേവനം നമുക്ക് ആവശ്യമാകുന്നത്. അങ്ങനെയുള്ള മികച്ച ആർക്കിടെക്റ്റുകളെ പരിചയപ്പെടുത്തുകയാണ് മാസ്റ്റർ ക്രാഫ്റ്റ് സീസൺ 2 ഞങ്ങൾ. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ആർക്കിടെക്ട് സോനു ജോയിയാണ്. ക്ലയൻസിൻ്റെ റിക്വയർമെൻ്റ് ഒരു 4 bedroom ഹൗസ് ആയിരുന്നു. ബിലോ 3000 സ്ക്വയർ ഫീറ്റിൽ നിൽക്കുന്നതാണ്. ഇതൊരു പ്ലോട്ട് 14 സെൻറ്റ് പ്ലോട്ട് ഏരിയയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ തന്നെ വരുന്നത് ചെങ്ങന്നൂർ ഏരിയ ആയിട്ടാണ്. പ്ലോട്ടിൻ്റെ ഓറിയൻറ്റേഷൻ വരുന്നത് സൗത്ത് ഈസ്റ്റ് ടു നോർത്ത് വെസ്റ്റ് ആയിട്ടാണ്. അപ്പോൾ നല്ല സൺലൈറ്റ് കിട്ടുന്ന ഒരു ഏരിയയും കൂടെയാണ് ഇത്. ആ ഒരു ഓറിയൻറ്റേഷനിൽ നല്ല സൺലൈറ്റ് വരുന്നത്. അപ്പം നമ്മുടെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് ഇത് എത്ര മാക്സിമം നമുക്ക് ചൂട് കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ട് വീട്ടിൽ തന്നെ മാക്സിമം ഷെയ്ഡ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പ് നോക്കിയാൽ നമ്മൾ മാക്സിമം സോഫ്റ്റ് സ്കേപ്പാണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. വീടിന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മൾ കാണാൻ പറ്റും വീട് ഒരു കാടിനകത്ത് നിൽക്കുന്നത് പോലെ, ഒരു ഗ്രീനറിക്കകത്ത് നിൽക്കുന്നതായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. നമ്മൾ എക്സ്ട്രാ കോൺക്രീറ്റ് വെച്ചോ അല്ലെങ്കിൽ പിന്നെ ബ്രിക്ക് വെച്ചോ വാൾസ് പ്രൊവൈഡ് ചെയ്ത് അങ്ങനെ മാത്രമല്ല ഷെയ്ഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഗ്രീൻ എലമെൻറ്റ്സ് ലൈക്ക് പ്ലാന്റ്സ് 2-3 മാവ് അപ്പുറത്ത് നിന്ന് മാവ് മാറി ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്ന് അതൊരു ഡിസൈൻ എലമെൻ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീടിൻ്റെ കാർപോർച്ചിൻ്റെയും സിറ്റൗണിൻ്റെ ഇടയിൽ നോക്കുമ്പോൾ വീടിനകത്തുകൂടെ ആ വീടിൻ്റെ ആ ഷെയ്ഡിനകത്തൂടെ ഒരു മരം വളർന്ന് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് ചെയ്തിരിക്കുന്നത് വീടിനകത്ത് നല്ലൊരു കൂളിംഗ് എഫക്റ്റ് കിട്ടാൻ വേണ്ടി തന്നെയാണ്. ബോക്സ് ആൻഡ് കോളം കൺസെപ്റ്റിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എലിവേഷൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ കാർപോർച്ച് നോക്കുകയാണെങ്കിൽ കോളം ഡിസൈൻ തന്നെയാണ് അവിടെയും യൂസ് ചെയ്തിരിക്കുന്നത്. ഈ വീടിൻ്റെ ലാൻഡ്സ്കേപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ടുണ്ടായിരുന്ന മരങ്ങളൊക്കെ അതേപോലെ തന്നെ നിലനിർത്തി പുതുതായിട്ട് കുറച്ച് നാച്ചുറൽ പ്ലാന്റ്സ് ഒക്കെ ആഡ് ചെയ്ത് വളരെ മനോഹരമായിട്ട് തന്നെ അതിവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട്. വലിയ ആഡംബരങ്ങളൊന്നും തന്നെ ഇല്ലാതെ വളരെ സിമ്പിളായി ഡിസൈൻ ചെയ്ത ഒരു കൊച്ചു വീടാണിത്. ഈ വീടിൻ്റെ ഉള്ളിലേക്ക് കടക്കുമ്പോൾ തന്നെ നമുക്കൊരു പാസേജ് ഏരിയ കാണാം. ബാക്കിയുള്ള ഫ്ലോറിങ്ങിനെ അപേക്ഷിച്ച് ഈ പാസേജ് ഏരിയയ്ക്ക് ഒരു വുഡൻ ഫ്ലോറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ പാസേജ് സ്പേസിൻ്റെ ലെഫ്റ്റ് പോർഷനിലായിട്ടാണ് ഇവിടുത്തെ ഡ്രോയിങ് സ്പേസ് ഒരുക്കിയിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് മിനിമം ഫർണിച്ചേഴ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇൻറ്റീരിയറിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിലാണ് ഇവിടെ ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഈ വീടിൻ്റെ മറ്റുള്ള റൂംസുമായിട്ടൊന്നും ഒരു ആക്സസും ഈ ഒരു ഏരിയയ്ക്ക് കൊടുത്തിട്ടില്ല. വരുന്ന ഗസ്റ്റിനെ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു ഏരിയ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്.
വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഒരു ഡ്രോയിങ് റൂമാണ്. ഡ്രോയിങ് റൂമിൽ നമ്മൾ ഗസ്റ്റ് വന്നിരുന്നു, അവരെ ട്രീറ്റ് ചെയ്ത് അവരെ ഇരിക്കുക. അതൊരു സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ബട്ട് അത് ഒരു കോറിഡോർ വഴി ഒരു വുഡൻ ടൈൽ പേവ് ചെയ്തിരിക്കുന്ന ഒരു കോറിഡോർ വഴി നമ്മളതിനെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കോറിഡോറാണ് നമ്മളുടെ ഈ വീടിൻ്റെ എന്താ പറയുക ഒരു ജീവനാഡി എന്ന് പറയുന്നത്. ആ ഒരു കോറിഡോർ കൊണ്ടാണത് ലിങ്ക് ചെയ്തിരിക്കുന്നത്. എല്ലാ ഏരിയ നോക്കിയാലും ഇതായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് വീടുകളിൽ നിന്നും ഈ വീടിനെ വ്യത്യസ്തമാക്കുന്നത് ഈ ഒരു ഗസ്റ്റ് റൂമിൻ്റെ പൊസിഷനിങ് ആണ്. വീടിനുള്ളിൽ കടന്നു വരുമ്പോൾ തന്നെ ഡ്രോയിങ് സ്പേസ് ഉണ്ട്. ഡ്രോയിങ് സ്പേസിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെയാണ് ഇവിടെ ഗസ്റ്റ് ബെഡ്റൂം ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രൈവറ്റ് ഏരിയ ആയിട്ടാണ് നമുക്ക് ഈ ഒരു റൂം ഫീൽ ചെയ്യുന്നത്. ഈ ഒരു ബെഡ്റൂം ഇങ്ങനെ പൊസിഷൻ ചെയ്തിരിക്കുന്ന കാരണം ഇവിടുത്തെ ലിവിങ് സ്പേസ് ആയിട്ടോ അതേപോലെ ഡൈനിങ് സ്പേസ് ആയിട്ടോ ഒന്നും ഈ റൂമിന് ഒരു ഡയറക്റ്റ് ആക്സസും ഇല്ല. വീടിൻ്റെ ഓപ്പണിങ്ങിൽ നിന്ന് തുടങ്ങുന്ന ഈ ഒരു പാസേജ് കിച്ചൺ വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പാസേജിൻ്റെ റൈറ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ ഈ ഫാമിലി ലിവിങ് സ്പേസും ഡൈനിങ് സ്പേസും അതുപോലെ കിച്ചൺ സ്പേസും ഒക്കെ ഒരുക്കിയിരിക്കുന്നത്. ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് ഇൻറ്റീരിയറിനൊന്നും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കാത്ത രീതിയിൽ തന്നെയാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു സീറ്റിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ഒരു TV യൂണിറ്റ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സീലിംഗ് നോക്കുകയാണെങ്കിലും ഫോൾ സീലിംഗ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല, ഒരു കൺസീൽ ലൈറ്റ്സ് മാത്രമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഫാമിലി ലിവിങ് സ്പേസിന് പുറത്തേക്ക് ഒരു ആക്സസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഒരു സീറ്റിംഗ് സ്പേസ് ആണ്. അടുത്ത നമ്മൾ കാണുന്നത് ഫാമിലി ഏരിയ. ഫാമിലി ഏരിയ എന്ന് പറയുന്നത് ഈ ഗസ്റ്റ് ഏരിയയിൽ നിന്നും മാറി സെഗ്രിഗേറ്റ് ചെയ്ത് ഇതൊരു ഫാമിലി മെമ്പേഴ്സിന് മാത്രമായിട്ടുള്ള ഏരിയ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫാമിലി ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ ലിവിങ് റൂം, ഒരു ഡൈനിങ് റൂം. ലിവിങ് റൂമിൽ നമ്മൾ സോഫ സെറ്റ് ചെയ്തിട്ടുണ്ട്, അവിടെ ഒരു സീറ്റിംഗ് ഏരിയ ഉണ്ട്. ഈ സോഫയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് നമ്മൾ ബേ വിൻഡോ ചെയ്തിരിക്കുന്നത്. ബേ വിൻഡോ എന്ന് പറയുന്നത് നല്ല വിഡ്ത്തിലും നല്ല ലെങ്ത്തിലുമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടുപേർക്ക് കിടക്കാനോ ഇരിക്കാനോ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടാണ് ബേ വിൻഡോ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലിവിങ്ങിലായാലും ഡൈനിങ്ങിലായാലും ബെഡ്റൂമിലായാലും കിച്ചണിലായാലും എല്ലാ റൂംസിലും നമ്മൾ ക്രോസ് വെന്റിലേഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് കാരണം നല്ല കാറ്റും വെളിച്ചവും ഈ വീടിനകത്ത് കിട്ടുന്നുണ്ട്.